ഹലോ ഗൈസ്, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പെക്സ് ടോക്കൺ എങ്ങനെ നമുക്ക് അപ്പെക്സ് ടോക്കൺ പ്ലാറ്റ്ഫോമിനകത്തോട്ട് എങ്ങനെ റീചാർജ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ടോക്കൺ, അതായത് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഫീസ് അപ്പെക്സ് ടോക്കണിലായിട്ട് മാറ്റിയിട്ടുണ്ട്. മുന്നേ അതിൽ നിന്ന് തന്നെ അവർ ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്നൊരു സമ്പ്രദായമായിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിലോ എൽ ബാങ്കിലോ ബിറ്റ്മാർട്ടിലോ കുറച്ച് അപ്പെക്സ് ടോക്കൺ വേണം. അപ്പെക്സ് ടോക്കൺ എങ്ങനെ മേടിക്കും എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യം നിങ്ങൾ ബിറ്റ്മാർട്ടിലോ എൽ ബാങ്കിലോ നിങ്ങൾക്ക് ഇത് വേണം. എൽ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എൽ ബാങ്കിൽ കുറച്ച് USDT വേണം നിങ്ങൾക്ക്. USDT നിങ്ങൾ ബിനാൻസിൽ നിന്ന് മേടിച്ച് എൽ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, അവിടെ ട്രേഡ് ഓപ്ഷൻ ഉണ്ടല്ലോ. ട്രേഡ് ഓപ്ഷനിൽ പോയിട്ട് വേണ്ട APX എന്ന് അടിക്കണം. APX. റിഫ്രഷ് ചെയ്യണം. ഒരു മിനിറ്റ്, ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് വരാം. കണ്ടോ, APX കണ്ടോ, APX ഒന്ന് അടിക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ 3.84 USDT ഉണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതാണ്ട് സെൽ ഓപ്ഷൻ, ബൈ ഓപ്ഷനിൽ കൊടുത്തിട്ട് നോക്കിക്കോണം. ഇതൊന്ന് ശ്രദ്ധിച്ചോ, ഇതെങ്ങനെയാണ് മേടിക്കേണ്ടത് എന്നുള്ള കാര്യം കാണിച്ചുതരാം. ആദ്യം തൊട്ട് പറയാം. നിങ്ങളടുത്ത് ഹോമിൽ പോവാം. നമ്മൾ ബിറ്റ്മാർട്ട് തുറക്കുമ്പം ബിറ്റ്മാർട്ട് നിങ്ങൾക്ക് വേണം. ബിറ്റ്മാർട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ അത് കിട്ടൂല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ക്രോമിൽ പോയി ബിറ്റ്മാർട്ട് APK ഫയലുണ്ട്, ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം പ്ലേ സ്റ്റോറിൽ ഇതില്ല. ബിറ്റ്മാർട്ടിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതിനകത്ത് ഉണ്ടാവും ഈ ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ആ ട്രേഡ് ഓപ്ഷനിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ APX എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. ഇവിടെ APX. ആദ്യം നിങ്ങൾക്ക് USDT ഇതിനകത്ത് കാണണം. അതിൻ്റെയൊക്കെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ചെറിയൊരു ആമുഖമായിട്ട് കണ്ടോ. APX USDT ഇപ്പം അവൈലബിൾ 3.840 അത്രയുണ്ട്. ഇനിയിപ്പം നമുക്ക് ബൈ ഓപ്ഷൻ ചെയ്യണം. ബൈ മാക്സിമം എമൗണ്ട് അപ്പെക്സ്. അപ്പോൾ 16.4 അപ്പെക്സ് കിട്ടും. ബൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ മാർക്കറ്റ്, ഈ ഓപ്ഷൻ കണ്ടോ, മാർക്കറ്റ്, അവിടെ പോയിട്ട് മാർക്കറ്റ് എന്ന് തന്നെ അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡറൊക്കെ വരും. അങ്ങനെ വന്നാൽ നമ്മുടെ കാര്യം ഇപ്പോഴത്തേക്ക് നടക്കില്ല. കണ്ടോ, ലിമിറ്റ്, മാർക്കറ്റ്. അതിനകത്ത് മാർക്കറ്റിനകത്തോട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ അങ്ങ് എത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 3.84 ഉണ്ട്. ഞാൻ ഫുൾ എമൗണ്ട് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങളുടെ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കാം. എന്നിട്ട് ബൈ അപ്പെക്സ് എന്ന് കൊടുക്കണം. മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ. ഇപ്പം ഇതിനകത്ത് $5 മിനിമം വേണം, എന്നാലും ഇത് മേടിക്കാൻ പറ്റൂ. ഇപ്പം ഞാൻ ആൾറെഡി കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. അസറ്റിനകത്ത് പോകും. സ്പോട്ട് ഞാൻ ഇതിൽ നിന്ന് മേടിച്ച് വെച്ചത് ആക്ച്വലി അപ്പെക്സ്. ഞാൻ ഇതിനകത്ത് ട്രസ്റ്റ് വാലറ്റിനകത്ത് ആൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ. അതാണ് പറ്റിപ്പോയത്. APX. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വിഡ്രോവൽ ഹിസ്റ്ററി. അപ്പെക്സ് 40 അപ്പെക്സ് ടോക്കൺ ഞാൻ ട്രസ്റ്റ് വാലറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ,
നിങ്ങൾ അവിടെ പോയി മേടിക്കുക. അപ്പോൾ മേടിച്ച ആ ഓർഡറിനകത്ത് അപ്പോഴേ കാണും. എന്നിട്ട് നിങ്ങൾ തിരിച്ച് ഈ അസറ്റിനകത്ത് വന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പെക്സ് ടോക്കൺ ഇങ്ങനെ കാണാം. 40 എന്നും പറഞ്ഞ് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പെക്സ് ടോക്കൺ. അപ്പോൾ ഞാൻ എന്തായാലും അപ്പെക്സ് ടോക്കൺ ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്, ട്രസ്റ്റ് വാലറ്റിനകത്തോട്ട്. കാണുമല്ലോ, 38 അപ്പെക്സ് ടോക്കൺ ഉണ്ട്. അത് 42 മാറ്റിയപ്പോഴത്തേക്ക് കുറച്ച് ട്രാൻസാക്ഷൻ പോയിട്ട് വന്നതാണ്. പിന്നെ കുറച്ച് ഞാൻ അത് ഇതുണ്ട്, 38 മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അപ്പെക്സ് ടോക്കൺ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്പെക്സ് ടോക്കൺ അയക്കുമ്പോഴത്തേക്ക് അപ്പെക്സ് ടോക്കൺ മാത്രം പോരാ, കുറച്ച് BNBയും കൂടെ വേണം. ഇതാണ്ട് അതാണ് ഈ ടോക്കൺ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മേടിച്ച് വെക്കണം. എങ്ങനെയാണ് മേടിക്കുന്നത്? ബിനാൻസ് വഴിയാണ് പോയി മേടിക്കുന്നത്. ഇത് ആൾറെഡി നിങ്ങളുടെ കയ്യിൽ കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും നിന്ന് നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് ട്രസ്റ്റ് വാലറ്റിനകത്തോട്ട് ആക്കി വെക്കണം. അപ്പെക്സ് ടോക്കണിൻ്റെ ട്രാൻസാക്ഷന് BNB വേണം, USDTയുടെ ട്രാൻസാക്ഷന് BNB വേണം. ഇതൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒട്ടും ബേസിക് അറിയാത്തവർക്ക് ഞാനൊരു ഹെൽപ്ഫുള്ളായിട്ട് ആവട്ടെ എന്നും പറഞ്ഞൊരു വീഡിയോ ആണ്. പക്ഷേ എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഇത് പറയാനുണ്ട്. ഞാൻ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ഈ അപ്പെക്സ് ടോക്കൺ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയിട്ട് ഇടണം. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. ഇപ്പം നിങ്ങളുടെ സിനാരിയോ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾക്ക് അപ്പെക്സ് ടോക്കൺ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ അപ്പെക്സ് ടോക്കൺ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മളെ സൈറ്റ് തുറന്നു വന്നു. ഡെപ്പോസിറ്റ് ഓപ്ഷനിൽ പോകണം. ഡെപ്പോസിറ്റ് ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്ക് അപ്പെക്സ് ടോക്കൺ BSC എന്നാണ്, ഡെപ്പോസിറ്റ് നൗ. ഇവിടെ എല്ലാ ആൾക്കാരും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഡെപ്പോസിറ്റ് ലിമിറ്റ് 10 to 10,000 അപ്പെക്സ്. അപ്പം ഞാൻ എനിക്കൊരു 10 അപ്പെക്സ് ടോക്കൺ ഇട്ടാൽ മതി ഇതിനകത്ത്. മനസ്സിലായില്ലേ? സബ്മിറ്റ് 10. ഞാൻ ഇന്ന് സബ്മിറ്റ് കൊടുക്കും. 10 അപ്പെക്സ് അങ്ങനെ വരും. കൺഫേം ഡെപ്പോസിറ്റ് കൊടുക്കും. അപ്പോൾ ഈ സാധനം കേട്ടോ നിങ്ങൾ, ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് അഡ്രസ്സാണ്. ഇപ്പം നിങ്ങൾ ഇതിനകത്തോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ അഡ്രസ്സ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ കൊണ്ട് ചെന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിനകത്തോട്ടാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇത് അയക്കുമ്പോൾ ചില മിസ്റ്റേക്ക് പറ്റാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ബാക്ക് അടിച്ച് നോക്കിക്കോ. ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയേ. ഇനി ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ കൊടുക്കുക, 10 കൊടുക്കുക. കണ്ട, ഇപ്പോൾ അഡ്രസ്സ് വേറെ അഡ്രസ്സാണ് വന്നത്. അപ്പോൾ ഓരോ തവണ നിങ്ങളിപ്പോൾ ചേരാൻ പോകുമ്പോൾ അതേ ഫ്ലോയിൽ നിങ്ങളങ്ങ് അയച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ അഡ്രസ്സ് വന്നാൽ ഇനി ബാക്ക് പോകാൻ പാടില്ല. ബാക്ക് പോയാൽ പുതിയ അഡ്രസ്സായിരിക്കും വരുന്നത്. നിങ്ങൾ ഈ പേജിൽ വന്നാൽ പിന്നെ നിങ്ങൾ ബാക്ക് അടിച്ച് പോകാൻ പാടില്ല. ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക, ട്രസ്റ്റ് വാലറ്റിൽ കൊണ്ടുപോയി കോപ്പി ചെയ്തിട്ട് ഇതിനകത്തോട്ട് തന്നെ അയക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ട്രസ്റ്റ് വാലറ്റിൽ കൊണ്ടുപോയി കോപ്പി ചെയ്തെന്ന് വെച്ചോ. എല്ലാം ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. കോപ്പി ചെയ്ത് അയച്ചു കഴിഞ്ഞിട്ടേ എനിക്ക് ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ട്രാൻസാക്ഷൻ ഹാഷ്, ഇത് ഞാൻ അയച്ച ഒരു അപ്പെക്സിൻ്റെ ട്രാൻസാക്ഷൻ ഹാഷ്. എല്ലാം നമ്മൾ ഏത് ട്രാൻസാക്ഷൻ എടുത്താലും ട്രാൻസാക്ഷൻ ഹാഷ്. മോർ ഡീറ്റെയിൽസിൽ പോകുമ്പം നമുക്ക് കാണാം. നോക്കിക്കോ. ആദ്യം നമ്മൾ അപ്പെക്സ് ടോക്കണിൽ പോകണം. എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നോണ്ട മോർ ഡീറ്റെയിൽസിൽ പോകണം. അപ്പോൾ BSC സ്കാനിൽ പോയിട്ട് അതാണ്ട് ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇത് നമ്മൾ കോപ്പി ചെയ്ത് അവിടെ കൊണ്ടിടുമ്പോഴത്തേക്ക് നമ്മൾ ഈ അഡ്രസ്സിനകത്തോട്ടാണ് അയച്ചേക്കുന്നത്. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഈ അഡ്രസ്സ് ഒറ്റ തവണയുള്ള അഡ്രസ്സാണ്. ഇതിനകത്ത് തന്നെ അയച്ചോണം. ഇപ്പം നമ്മൾ പിറകോട്ട് പോയി കഴിഞ്ഞാൽ
നോക്കിക്കോണേ, പിറകോട്ട് പോയി. ചില ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ഡെപ്പോസിറ്റിന് അവ കൊടുക്കും 10 അതേ എമൗണ്ട്. കണ്ട, ഇപ്പോൾ അഡ്രസ്സ് മാറി വന്ന കണ്ട. നമ്മൾ നേരത്തെ അയച്ചത് വേറെ അഡ്രസ്സിലാണ്. ആ അഡ്രസ്സിൽ അയച്ചതിൻ്റെ ട്രാൻസാക്ഷൻ ആഷ് കൊണ്ട് ഇവിടെ അടിച്ചിട്ട് പേനാവെന്ന് കൊടുത്താൽ പേനാവ് ആവില്ല, മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഈ പേജിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിറകോട്ട് പോകാൻ പാടില്ല. അറിയാതെ പോലെ റിഫ്രഷ് ആവാതെ സൂക്ഷിച്ച് ചെയ്യണം. എന്നിട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കയറിയില്ലെങ്കിൽ ക്യാഷ് പോയി എന്നും പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും. ഇത് ബ്ലോക്ക് ചെയിനാണ്. അപ്പം കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു സാരാംശം. ഞാനിപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങാം. പിന്നെ അടിക്കുമ്പോൾ 10 ഇവിടെ അടിച്ചാൽ 10 കുറയാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഒരു 10 അയക്കണമെങ്കിൽ ഒരു 11 അയക്കണം. 10 പോയിൻറ്റ് അങ്ങനെ അയക്കണം, എന്നാലേ കറക്റ്റ് പൈസ വരും. അത് ട്രസ്റ്റ് വാലറ്റി എത്ര പിടിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം അയക്കാൻ. ഇതിനകത്ത് 10 കുറഞ്ഞാൽ ഇതിനകത്തോട്ട് ട്രാൻസാക്ഷൻ ഇററാവും. പിന്നെ പൈസ തിരിച്ചു വരും, പക്ഷേ എന്നാലും അത് വേണ്ട. പിന്നെ അതിൻ്റെ പിറകെ പോകണം. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇത് കറക്റ്റായിട്ട് കാണിച്ചില്ല. 10 ഇത് അയക്കുക. അപ്പോൾ എനിക്ക് കിട്ടിക്കുന്ന അഡ്രസ്സ് കണ്ടോ, 0x ഇതാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സിനകത്തോട്ട് ഞാൻ അയക്കണം. ഇത് കോപ്പി ചെയ്യണം. എന്നിട്ട് നേരെ ട്രസ്റ്റ് വാലറ്റിൽ പോകും. ട്രസ്റ്റ് വാലറ്റിൽ പോയിട്ട് സെൻഡ് കൊടുക്കണം. നമ്മൾ ഏതാ അഡ്രസ്സ് എടുത്ത് ആ അഡ്രസ്സ് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യണം. എങ്ങനെ പറഞ്ഞേ, ഇതാ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സെൻഡ് കൊടുക്കണം, സെൻഡ്. എന്നിട്ട് വേണ്ട, നമ്മൾ അവിടുന്ന് പേസ്റ്റ് ചെയ്ത അഡ്രസ്സ് ഇല്ലേ, അതിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തോ അത് തന്നെയാണോ ഇത് 0x71C4. നിങ്ങൾ ഈ പേജ് വരുമ്പോൾ ഇതേ അഡ്രസ്സല്ല കാണിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് അബോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ കണക്ക് പിറകെ പോയി ഒന്നും കൂടെ തുടങ്ങുക. കാരണം അഡ്രസ്സ് പുതിയത് വേണം. ഇപ്പോൾ ഇതെനിക്ക് അതേ അഡ്രസ്സ് തന്നെയാണ് കേട്ടോ, 0x71C4 5D. എന്നാലും ഒന്നും കൂടെ ഞാൻ ചെക്ക് ചെയ്യാം. നമ്മളെപ്പോഴും കറക്റ്റ് ചെക്ക് ചെയ്യണം. പക്ഷേ അത് തന്നെയാണ് ഇവിടെ അടിച്ചേക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളെത്ര 10 അപ്പെക്സ് ടോക്കൺ അടിക്കും. ഒരു 10 അപ്പെക്സ് ടോക്കൺ അടിക്കും. അടിക്കാം. അപ്പോൾ ഈ പേജിനകത്താണ് കാണുന്നത്. നമ്മൾ 15 അടിച്ചാലേ എത്ര അവിടെ ചെന്ന് കയറും എന്നുള്ള ഇതിനകത്ത് കാണാൻ പറ്റും. മാക്സ് ടോട്ടൽ 3.53 3.48 അടിച്ചാൽ 3.53 വരും. അത് നമുക്ക് അപ്പെക്സിൽ തന്നെ അറിയണം. $2 അടിക്കാം. $2 അടിച്ചാൽ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. കറക്റ്റ് അപ്പെക്സ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ USDT അടിച്ചാൽ 2 അടിച്ചാൽ 8 വരും. 8 അല്ലല്ലോ നമുക്ക് വേണ്ടേ, 2.15. അപ്പോൾ 9 എത്ര വരും, 3.15. ഇങ്ങനെ അടിച്ചടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അപ്പെക്സിൻ്റെ കറക്റ്റ് വാല്യൂ ഇവിടെ കിട്ടും, 13 കിട്ടും. 3.15 അയച്ചാൽ 13 കിട്ടും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഞാൻ എന്താ 2.15 10.14 2.5 അയക്കാം.
കണ്ടല്ലോ 10.790 അപ്പെക്സ് ടോക്കൺ അവിടെ എത്തിയിരിക്കും. ഇനി കൺഫേം കൊടുക്കാം. എന്നിട്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിലോട്ട് പോകണം. ഇപ്പോൾ കംപ്ലീറ്റഡ് ആയി. ഇനി കണ്ട ഈ മോർ ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്നില്ലേ, ആ മോർ ഡീറ്റെയിൽസിൽ പോയിട്ട് പോകണം നമ്മൾ. വേണ്ട സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഹാഷ്, വേണ്ട ഈ ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് കാണിക്കുന്ന ഈ സാധനം കോപ്പി ചെയ്യണം. കോപ്പി ചെയ്ത് ഇനി നമ്മുടെ മെയിൻ പേജ് ഉണ്ടല്ലോ, നമ്മൾ പോവാതെ വെച്ചേക്കുന്ന പേജ്, അതാണ്ട് ഇത് പോവാതെ വെച്ചേക്കണം. എൻ്റെ ഫോണിന് ചിലപ്പോഴൊക്കെ ഇത് റീഫ്രഷ് ആയി പോവും. അതുകൊണ്ട് അങ്ങനത്തെ ഫോണൊക്കെ ഉള്ളവർ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം. പേസ്റ്റ് ചെയ്യും 0x, എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ ആയിട്ടുണ്ട്. അത് ഇത് തന്നെ പേ നൗ കൊടുക്കണം. യു ഹാവ് ഡെപ്പോസിറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ ടേക്കൺ. യു ഹാവ് അപ്പം വന്നിട്ടുണ്ട്. പെൻഡിങ് കാണിക്കും. ഇനിയിപ്പോൾ വരും, ഇതിനകത്തോട്ട് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇതിനകത്ത് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 20 നവംബർ ഇതിനകത്ത് 10 അപ്പെക്സ് ടോക്കൺ വന്നിട്ടുണ്ടാവും. കണ്ടോ, കറണ്ട് ബാലൻസ് 10 അപ്പെക്സ് വന്നിരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് ഞാനിത് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ ഇത് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ ഇത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്പെക്സ് പ്രൊവൈഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് എത്ര അപ്പെക്സ് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ശരി ഗൈസ്, അത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് കണ്ട ഇവിടെ അപ്പെക്സ് വന്നതുണ്ടോ, 10 കറണ്ട് അപ്പെക്സ് 10.7 അടിച്ചപ്പോൾ കറണ്ട് അപ്പെക്സ് ബാലൻസ് 10 വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പുള്ളിക്ക് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോ ഓപ്ഷനിൽ പോയിട്ട് വിഡ്രോ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ കാര്യം കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി എങ്ങനെ എൽ ബാങ്കിൽ നിന്ന് മേടിക്കാം, ബിറ്റ്മാർട്ടിൽ പോയി മേടിക്കുന്നത് എങ്ങനെ, അതെല്ലാം ഞാൻ ഒരു വീഡിയോ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ബിറ്റ്മാർട്ടിൽ നിന്ന് പോയി നമുക്ക് കുറച്ച് USDT വേണം. USDT എങ്ങനെയാണ് മേടിക്കുന്നത് പറഞ്ഞാൽ, ബിനാൻസിൽ പോയിട്ട് നമ്മുടെ കാർഡ് വെച്ച് മേടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഇടാം. ബിനാൻസിൽ നിന്ന് മേടിച്ചിട്ട് അതിലുള്ള USDT ബിറ്റ്മാർട്ടിലോ എൽ ബാങ്കിലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് ആണ് നമ്മൾ അപ്പെക്സ് ടോക്കൺ മേടിക്കുന്നത്. അതിൻ്റെ എങ്ങനെ മേടിക്കുന്നതെന്ന് ചെറിയൊരു ആമുഖം ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഇച്ചിരി കൂടെ നല്ലൊരു ഡെമോ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ പരിമിതമായ വീഡിയോ സെറ്റപ്പിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ശരി ഗൈസ്, താങ്ക്സ്.